ചപ്പാത്തിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ചെറിയ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു ഗ്രേവി. നമുക്ക് ഗ്യാസ് എത്തിക്കാം. ചട്ടിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഇട്ടു. അധികം വേണ്ട കേട്ടോ, കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു. അതൊന്ന് സൺഫ്ലവർ ചൂടാവണം, എണ്ണ കുറച്ച് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ ഇത് നമ്മളെ സവാള ഞാൻ കുറച്ച് ചെറുതാക്കി ഇരിഞ്ഞ് വെച്ചതാണ്. ഇത് ഒരു സവാളയാണ്, ഒരു വലിയ സവാള ചട്ടിയിലിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴച്ച സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി, പച്ചമുളക്. പക്ഷേ ഇടാനായിട്ടില്ല, ഇതൊരു ചെറുങ്ങനെ ഒരു ബ്രൗൺ കളർ. ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും പറയും സവാള പെട്ടെന്ന് വഴകും ഉപ്പിട്ടാൽ. ഇല്ലെങ്കിലും വഴകും, എന്നാലും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ഇടാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടുണ്ട്. മഞ്ഞളൊരു കുറച്ച് ആവശ്യത്തിന്. ഒരു ടീസ്പൂണോളം നമുക്ക് എന്തുകൂടാം, മല്ലിപ്പൊടി ഇടാം. എന്നിട്ട് ഈ മൂന്ന് ഇട്ടിട്ട് ശേഷം നന്നായിട്ട് തക്കാളി നല്ലോണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അലിയണം. അല്ലെങ്കിൽ ഞാൻ തക്കാളി കടിച്ചു നമ്മളിങ്ങനെ പ്രസ് ചെയ്യും. തക്കാളി ഇതിലേക്ക് അരിയും.
എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. തക്കാളി ഇങ്ങനെ കഷ്ണമില്ലാണ്ട് ഇങ്ങനെ അലിയണം. ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസിൻ്റെ ഒരു മുക്കാലെടുത്തിട്ട് ഒഴിച്ചു കേട്ടോ. ഇതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് ഇതിങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ചത് നമ്മൾ കുറുകി വന്നിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴങ്ങി പൊടികളൊക്കെ നല്ലോണം പിടിച്ച് നല്ല കുറുകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കും. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ്. സിമ്പിളായിട്ടുണ്ടാക്കും, വലിയ പണിയൊന്നും. രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചു. എന്നിട്ട് ഇളക്കിക്കൊള്ളു, നന്നായിട്ട് ഇളക്കിക്കൊള്ളു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. നമ്മളെ മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ള ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയായി. നല്ലൊരു കറിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എന്തിനും ഉപയോഗിക്കാം. കാരണം വലിയ പണിയൊന്നുമില്ല. ഉള്ളി, തക്കാളി, പച്ചമുളക്, നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കഴിക്കും. 2 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ശരി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.